68ാമത്തെ വർക്ക്ഷീറ്റിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. അതിനകത്ത് 5 ചോദ്യങ്ങളുണ്ട്. അതിനകത്ത് വർക്ക്ഷീറ്റിൽ ആദ്യത്തെ ചോദ്യം നോക്കാം. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ട്രയാങ്കിൾ ABC A34 B73 A13 not 34 A13 B73 ആൻഡ് C411. ഒരു ചിത്രം വരയ്ക്കേണ്ട ആവശ്യം തൽക്കാലമില്ല. തൽക്കാലം നമുക്ക് അല്ലാത്ത കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. A13 B73 ആൻഡ് C411. ഓക്കെ. 13 ആൻഡ് 73. ഓക്കെ. 13 and 73 have y coordinates equal. It is 3. Okay. Therefore AB is parallel to y coordinate ആണ് ഈക്വൽ ആവുന്നത്, പാരലൽ ടു x ആക്സിസ്. അങ്ങനെയാണെങ്കിൽ എ ബി എന്താണ്? എ ബി ഇസ് ഈക്വൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 7 - 1 ദാറ്റ് ഇസ് ഈക്വൽ 6. ഓക്കെ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വാല്യുവേഷൻ എക്സാമിനേഷൻ എഴുതണമെന്നില്ല. പക്ഷേ ഈ പഠിക്കാൻ നേരത്തെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എ ബി ഇതിൻ്റെ വൈ കോർഡിനേറ്റ് 3 ആണ്, ഇതിൻ്റെയും വൈ കോർഡിനേറ്റ് 3 ആണ്. Therefore AB is parallel to x axis. Therefore distance AB is equal to 7 - 1 that is equal to 6. What is the altitude to AB? ഇവിടെ നമുക്കറിയാം C 411. ഓക്കെ. AB is equal to 6. വാട്ട് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ടു എ ബി? അതായത് സിയിൽ നിന്നും എ ബിയിലേക്കുള്ള അകലം. രണ്ടാമത്തെ ചോദ്യം അതാണ്. ഓക്കെ. ഓൾട്ടിറ്റ്യൂഡ് ടു എ ബി. ഫിഗർ വെറുതെ ഇങ്ങനെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഫിഗർ. എ ബി സി. എ എന്ന് പറയുന്നത് 13 ആണ്. ദിസ് ഈസ് 7-3. അതായത് മുകളിലേക്ക് എക്സ് ആക്സിസ് ഇവിടെ ഇങ്ങനെ ഇരിക്കും, വൈ ആക്സിസ് ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കാം. ഈ ഡിസ്റ്റൻസ് 3 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തോളം ഇത്രയും പൊക്കമാണ് 3. അതൊന്ന് മനസ്സിലാക്കണം ശരിക്ക്. എപ്പോഴും പടം വരക്കാൻ പറ്റിയെന്ന് വരില്ല. ഇത് 3 ആണ്. ഇനി സിയുടെ കോർഡിനേറ്റ്സ് എന്താണ്? കോർഡിനേറ്റ്സ് ഓഫ് സി ഈസ് 411. അതായത് ഇവിടെ നിന്ന് സിയിലേക്കുള്ള ഈ പൊക്കമാകട്ടെ ഇത് 11 ആണ്. കണ്ടോ ഈ 11 നോക്കി. 11 ഇവിടെ നിന്ന് ഇവിടത്തോളം പൊക്കം, ഇവിടുന്ന് ഇവിടത്തോളം 3യിലേക്കുള്ള ഈ പൊക്കമാണ് 3. Therefore this distance, this is the altitude of the triangle 11 - 3 that is equal to 8. ഓക്കെ. ഇതൊന്ന് മനസ്സിലാക്കുക. ഇനിയുള്ള പല ചോദ്യങ്ങളിലും ആവശ്യമായി വരും. ഈ ചിത്രത്തോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക. ഓൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 11 - 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 8. 11 എങ്ങനെയാണെന്നുള്ള കാര്യം ഈ ചിത്രം നോക്കി ഉറപ്പിക്കുക. ദെൻ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഏരിയ ഇസ് ഈക്വൽ ഹാഫ് എ ബി ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ടു എ ബി. അങ്ങനെയാണല്ലോ. ഹാഫ് ഇൻറ്റു എ ബി ഇസ് 6. Altitude to AB it is 8. That's equal to 4. ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 3 into 8 that is equal to 24. നമുക്ക് കൃത്യമായി 24 എന്ന് കിട്ടും. അപ്പോൾ ഫിഗർ വരക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത് മാർക്ക് ചെയ്ത് നോക്കിയാലും ഇവിടെ എടുത്ത് മാർക്ക് ചെയ്ത് നോക്കിയാലും നമുക്ക് കുറച്ചും കൂടി അത് ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. അത് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കി ബോധ്യപ്പെടണമെങ്കിൽ 1 3 ഇവിടെ
7 3 7 ഇവിടെ ഉണ്ടാവുമല്ലോ, 7 ഇവിടെ ഉണ്ടാവും, 7 3 ഇവിടെ ആയിരിക്കും. ഓക്കെ. ആൻഡ് 4 11 ഇവിടെ മുകളിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഓക്കെ, വരച്ചൊക്കെ നോക്കുക, അപ്പോൾ കൃത്യമായിട്ട് കിട്ടും. അത് കുറച്ചും കൂടി വലിയ ആക്സസ് ഒക്കെ എടുക്കണം, എന്നാലിത് മനസ്സിലാവുള്ളൂ. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ആക്സസ് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ആക്സസിൽ പ്ലോട്ട് ചെയ്ത് നോക്കാം. എ ബി സി ഈസ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. എ ബി സി ഈസ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇതാണ് എ ബി സി. എ ബി സി ഈസ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ദിസ് ഈസ് എ ബി സി. എ ബി സി. എ ഈസ് -1 0 ആൻഡ് ദിസ് ഈസ് 5 0. ഇത് കണ്ട് മനസ്സിലാക്കുക. 0 y coordinates of A and B are 0. That is, A and B are on x-axis. വ്യക്തമാണ്, നമ്മൾ മനസ്സിലാക്കി തന്നതാണ് അതൊക്കെ. എക്സ് ആക്സിസിലെ പോയിൻ്റാണ് എയും സിയും. ബിക്കോസ് ദാറ്റ് ഈസ് എ ബി കോയിൻസൈഡ്സ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിനോട് ചേർന്ന് നിൽക്കുന്നു എ ബി. അപ്പോൾ സി മുകളിലായിരിക്കും. എന്താണ് എ ബിയുടെ നീളം? എ ബിയുടെ നീളം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബി? എ ബി ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 5 - -1. ദാറ്റ് ഈസ് 5 + 1, ദാറ്റ് ഈസ് 6. ഇത് 6 ആണ്, ഇത് ഇവിടെയാണ് 6 കിട്ടി. അപ്പോൾ ഈ പകുതി എത്രയാണ്? 3. ഇത് 3 ആയിരിക്കും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് വാട്ട് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ്? ട്രിഗണോമെട്രിയിലേക്കൊന്ന് പതുക്കെ പോകണം. ഓക്കെ, ഡ്രോ സി പി ദ ഓൾട്ടിറ്റ്യൂഡ്. Triangle APC is a 30 60 90 triangle. Okay, 30 degree, 60 degree, 90 degree triangle. This angle is 30 degree. Okay, AP എത്രയാണ്? AP is equal to 3. Therefore side opposite to 30 is 3. വ്യക്തമായിട്ട് എഴുതാം. Side opposite to 30 is 3. Side opposite to 30 is 3. ഇങ്ങനെ എഴുതുക. Side opposite to 30 degree is 3. Therefore, side opposite to 60 degree is 3√3. That is PC എന്ന് പറയുന്ന 3√3 ആണ്. അങ്ങനെയാണെങ്കിൽ സിയുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയായിരിക്കും? സി കോഓർഡിനേറ്റ്സ് ഓഫ് സി. ഓക്കെ, എങ്ങനെ എഴുതാം? ഇവിടെ നിന്ന് ഇത് -1 0 -1 0. ഈ പോയിന്റ് -1 0 ഇത് ഈ പോയിന്റ് കണ്ടോ, പി. നോക്കിയേ, -1 0 ഇവിടെ, 5 0 ഇവിടെ, കണ്ടോ? ഇങ്ങനെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരുന്നത്. പിന്നെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. 1 2 3 4 5 6. 1 2 3 ഇവിടെ ആയിരിക്കും മിഡ് പോയിന്റ് വരുന്നത്. ഓക്കെ, അപ്പം -3 കൂടി -1 കൂടി ഈ -1 കൂടി 3 കൂട്ടുക, അതാണ് ഈ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ്. പിന്നെ മുകളിലേക്കുള്ള പൊക്കം എത്രയാണ്? ഈ പൊക്കം നമുക്കറിയാം 3√3 ആണ്. പക്ഷേ ഇവിടെ കോർഡിനേറ്റ് ഏതാണ്? ഇവിടെ ഇതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ നിന്ന് 3√3 മുകളിലേക്ക് കയറിയതാണ്. അപ്പോൾ സി ഏതായിരിക്കും? 2 3√3 എന്നായിരിക്കും സിയുടെ കോർഡിനേറ്റ്സ് വരിക. 2 3√3 എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടും. ഇത് മുകളിൽ ഒരെണ്ണമുണ്ട്. ഇത് ഇങ്ങനെ മാത്രമല്ലല്ലോ, ഈ മുകളിലേക്ക് വരക്കാതെ താഴേക്കും കൂടി വരക്കാം.
നമുക്ക്. ചിത്രം ഇങ്ങനെയും ആകാമല്ലോ, ഇങ്ങനെയും ഒരു ചിത്രമാകാം. എ ബി, ദിസ് ഈസ് -1 0, ദിസ് ഈസ് 5 0. ഇവിടെയും ആകാമല്ലോ സി. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് സെയിം ആണ്, 3√3 ആണ്. പക്ഷേ ഈ പോയിൻ്റ് എന്തായിരിക്കും? 2 - 3√3 ആയിരിക്കും താഴേക്ക് വരുമ്പോൾ. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ചോദ്യങ്ങൾ ചെയ്യാനായിട്ട്. നമ്മൾ ഈ വർക്ക്ഷീറ്റുകൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം പലതരത്തിൽ ചിന്തിക്കാനായിട്ട് കഴിയണം. അതാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിലായ? പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾ ചെയ്യണമല്ല, ഏത് ചോദ്യം വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ ഒരുക്കുക എന്നുള്ളതാണ് ഈ വർക്ക്ഷീറ്റുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം നമുക്ക്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെ: വെർട്ടിസസ് ഓഫ് ABCD ആർ 0 0, ഓക്കെ, 8 0, 8 4 വെർട്ടിസസ് ഓഫ് ABCD. ഇവിടെ ഒരു പോയിന്റ് വിട്ടു പോയിട്ടുണ്ട്. A 0 0, B 8 0, C 8 4, and the next point D is 0 4. ഇതൊരു പോയിന്റും കൂടിയുണ്ട്. 0 0, 8 0, 8 4 ആൻഡ് 0 4. എന്നാലേ അത് ഈ പറയുന്ന റെക്റ്റാങ്കിൾ ആവുകയുള്ളൂ. ഇവിടെ ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ട്. ഇതാണ് ആ പോയിന്റ്. അത് വർക്ക്ഷീറ്റിൽ കറക്റ്റ് ചെയ്തിരിക്കും. ഡി, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഡി. ഈ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഡി. അപ്പോൾ ഇവിടെ ഇത് തന്നിട്ടില്ലെങ്കിലും നമുക്ക് എഴുതാം. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഡി. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. റെക്റ്റാങ്കിൾ ഇങ്ങനെയാണ്. ABCD, ABC, A 0 0, ഓക്കെ, B 8 0, 8 ഇവിടെ ഉണ്ടാവുമല്ലോ, 8 ഇവിടെ ഉണ്ട്, 8 0, ആൻഡ് ദിസ് ഈസ് 8 4. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഡി. അപ്പോൾ നമുക്കിങ്ങനെ വരക്കാം. ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്. ഇങ്ങനെ വരച്ചിട്ട് ദിസ് ഈസ് 0 0, 0 0. ഇത് A ആണ്. 8 0, ഇവിടെ നിന്ന് ഇവിടത്തോളം 8 ആണെന്ന് കരുതും. 8 0, 8 ഇവിടെ നിന്ന് ഇവിടത്തോളം 8 4 മുകളിലേക്ക് എടുത്തു. 8 4, അതാണ് സി. അപ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ ആക്കണം. റെക്റ്റാങ്കിൾ ആക്കണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും റെക്റ്റാങ്കിൾ. ഇതാണല്ലോ റെക്റ്റാങ്കിൾ. Therefore, what are the coordinates of the point D here? The x coordinate is 0 because it is on y axis, and the upper distance is 4. Therefore, D is 0 4. What is the perimeter of this rectangle? B. Perimeter is equal to, ഇവിടെ നിന്ന് ഇവിടത്തോളം 8, ഇവിടെ നിന്ന് ഇവിടത്തോളം 4. 8 + 4, 8 + 4 into 2, that is 12 into 2, that is equal to 24. Okay. And find the area of the rectangle. C. Area is equal to length into breadth, 8 into 4, that is equal to 32. ഇത്രയും സ്ക്വയർ യൂണിറ്റ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഇത്രയുള്ളൂ. കോർഡിനേറ്റ് ജോമെട്രിയിൽ ആ യൂണിറ്റിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം അത് സ്കെയിൽ, ഏത് സ്കെയിലാണ് നമ്മൾ ആക്സിസ് വരയ്ക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമല്ലല്ലോ. അതുകൊണ്ട് ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നാലാമത്തെ ചോദ്യം ഇതാണ്. A 4 0, B 0 4, C -4 0, D 0 -4 are the vertices of a quadrilateral. Suggest a suitable name to this quadrilateral. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 0 0, A ആണ് ഇവിടെ. A 4 0, this is origin. A 4 0, 4 0, A, and this is 0 4, 0 4, and this is 0 -4, -4, and 0 -4 0, -4 0, and this is 0 -4. Okay.
നമുക്കിങ്ങനെ യോജിപ്പിക്കാം. ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ നമുക്കൊരു സ്ക്വയറായിരിക്കും കിട്ടുന്നത്. തീർച്ചയായിട്ടും ഒരു സ്ക്വയർ കിട്ടും. അപ്പോൾ ABCD ഈസ് എ സ്ക്വയർ. ഓക്കെ, ആദ്യത്തെ സജസ്റ്റ് എ സ്യൂട്ടബിൾ നെയിം. ABCD ഈസ് എ സ്ക്വയർ. വ്യക്തം. ഓക്കെ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് B. ഈ ഡിസ്റ്റൻസ് 4 ആണ്. ഈ ഡിസ്റ്റൻസും 4 ആണ്. ഓക്കെ, അപ്പോൾ ABCD, this is origin O. OAB is a 45 degree 90 degree triangle. Therefore AB is equal to 4√2, one side. Calculate the area and perimeter. Area is equal to 4√2 square. ഒരു സൈഡ് 4√2 ആണ്. That is equal to 16 into 2, that is 32. And perimeter is equal to 4 into 4√2, that is 16√2. ഓക്കെ, അതാണ് 4ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ 5ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഓക്കെ, 5ാമത്തെ ചോദ്യം ഓക്കെ ഇതാണ്. In triangle ABC, A12, B72 are the two vertices. What is the length of the side AB? നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന ചോദ്യമാണ്. Length of the side AB. AB എന്ന് പറയുന്നത് absolute value of 7 minus 1, that is 6. Because y coordinates of A and B are equal. Therefore, AB is parallel to x-axis. Therefore, length of AB is equal to absolute value of 7 minus 1 is 6. In triangle ABC, A is equal to 90 degree. Write the pair of coordinates of C. A 90 degree ആണ്. അപ്പോൾ ഏതാണ്ട് ഇങ്ങനെ വരൂലേ, A11, 12, A12 ഇവിടെ ഇങ്ങനെ വരും. A12 and B72 ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 72 5 6 7 2 ഇവിടെ ആയിരിക്കും 72 എന്ന് കരുതുക. B72 എന്ന് കരുതുക. ഓക്കെ, B72 ഈ ഡിസ്റ്റൻസ് ആണ് ഈ പറയുന്ന 6. ആംഗിൾ എ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. റൈറ്റ് ദ പെയർ ഓഫ് കോർഡിനേറ്റ്സ് ഓഫ് സി. സിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതാം. നമുക്ക് 2 കോർഡിനേറ്റ്സ് എഴുതിയാൽ മതി. റൈറ്റ് എ പെയർ ഓഫ് കോർഡിനേറ്റ്സ് ഓഫ് സി. എവിടെയെങ്കിലും ഒരു പോയിന്റ് എടുക്കുക ഇവിടെ, എന്നിട്ട് നമുക്ക് സിയുടെ കണ്ടോ, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയി നിന്നാൽ മാത്രം മതി. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കണ്ടോ, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കണം. അപ്പോൾ ഇതുപോലെയല്ലേ വരുള്ളൂ. നമുക്കിഷ്ടമുള്ളൊരു കോർഡിനേറ്റ്സ് നമുക്കിവിടെ എഴുതാം. എന്നിട്ട് നമ്മൾ എഴുതിയത് ഉപയോഗിച്ച AC-യുടെ നീളം പറയാം, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലേ? ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം, കാരണം പ്രത്യേകിച്ച് നിർദ്ദേശമൊന്നും പറയണില്ല. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആകുന്ന വിധം സിയുടെ കോർഡിനേറ്റ്സ് എഴുതണം. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങരുത്, ഇതിന് പാരലലായിട്ട് തന്നെ വരണം. ഇപ്പോൾ സി എന്ന് പറയുന്നത് 1 5 എന്നതാണെങ്കിൽ if C is equal to 1 5, if C is equal to 1 5, if C is equal to 1 5, C 1 5 ആണെങ്കിൽ AC is equal to absolute value of 5 minus 2, that is equal to 3. Okay, and AB, that is absolute value of 7 minus 1, that is equal to 6. Therefore, area D part, area is equal to half into 6 into 3, that is equal to 9 എന്നൊക്കെ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും. ഇതാണ് ഈ വർക്ക്ഷീറ്റിലെ ചോദ്യങ്ങൾ. ഇതൊരു മനസ്സിലാക്കുക. ഓക്കെ.